രാജുവും ലാലും കൂടെ ഇനിയും പടം എടുക്കില്ല എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മക്കളൊക്കെ കുറച്ചു കാലം ഇവിടെ കാണും കേട്ടോ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നും എനിക്ക് മോഹൻലാലിന് ഇപ്പം ഇത്രയും വലിയ പരമോന്നത ബഹുമതി കിട്ടി. മോഹൻലാൽ എന്ന് പറയുന്ന ആളിൻ്റെ കഴിവ് ആരെ എനിക്ക് പറഞ്ഞു തരുന്നത്? എനിക്കറിയാൻ വയ്യാത്ത ആളാണോ മോഹൻലാൽ? ലാലു എന്ന് പറഞ്ഞ വ്യക്തി ഒരു 5-6 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓടിച്ചാടി നടന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ കാണുന്നതൊക്കെ ഇല്ല, മാവിൻ്റെ മണ്ടയ്ക്ക് ഓടുകയും ഇറങ്ങുക. എൻ്റെ അച്ഛയോ ഈ ചെറുക്കം വല്ലോ ഒപ്പിച്ച് വെക്കും. എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. ശരിക്കും ഇപ്പൊ പ്രണവും മല കയറുന്നു എന്നൊക്കെ പറയുന്നതിലൊരു അതിശയമില്ല. അയ്യോ, ഞാനതാ പറഞ്ഞേ. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അതിന് അച്ഛനും കൂടെ കയറിയതായിരുന്നു. അതാ സത്യം. ഞാനും ആ കുട്ടികളുടെ കൂടെ കൊച്ചു പിള്ളേരല്ലേ, ഞാനും അതിനകത്തൊരാളായിട്ടൊക്കെ മാറി. അതാ അപ്പൊ നമുക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഒരു ഫീലാ. ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് ഇത് ഇച്ചിരി കാശ് പോകാൻ പാടില്ല, തിരിച്ച് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വാശി അവർക്കും ഉണ്ടല്ലോ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പടം എടുക്കുന്ന ഒരു ഗ്ലാമറാണെന്നും കൂടെ ധരിച്ച് വരുന്ന നിർമ്മാതാക്കളും ഉണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു, ഒരു പടം എടുത്തു, അത് ഓടിയില്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെ അവർ മാത്രം ചിന്തിക്കുന്ന കാര്യം. പക്ഷെ അവർക്ക് പടം എടുക്കണം. ആദ്യമായിട്ടും മല്ലികാമ മേടിച്ച ഒരു പ്രതിഫലം എത്രയൊന്നും ഓർമ്മയുണ്ട്? 500 രൂപ. ഇന്നത്തെ ഒരു 5 ലക്ഷത്തിൻ്റെ വിലയുണ്ട്. 73-74 കാലഘട്ടമായി പറയുന്നത്. അന്ന് വൈകിട്ടത്തെ ഇവരവിടെ എത്തിക്കഴിഞ്ഞ് കോളിളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ് ഈ ആക്സിഡൻറ്റ്. അത് ആ ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലും ജാനുവരിയിൽ എൻ്റെ കല്യാണമാണ്. സൂര്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണേ. ഞാൻ പറഞ്ഞു, കല്യാണമൊക്കെ ആയി. അത് ശരി, കല്യാണം താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് പോയ ഒരു വ്യക്തി. അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് മറക്കാനൊക്കെ തരും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നുണ്ട്, വത്സല ക്ലബ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ പുറത്ത് വന്നതാണ്. പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ആ സിനിമയുടെ ഭാഗമായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നേക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സ്വന്തം മല്ലികാമയാണ്. മല്ലികാമ നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയല്ലേ. ജാങ്കോ സ്പേസിനെ എന്നെയും കൂടെ തെറ്റിക്കാനായിട്ട് ആരാണ്ടൊക്കെ ഇവിടെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആരാണത്? നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നു. ഏതൊരു കറുത്ത പറഞ്ഞാന്നൊക്കെ പറഞ്ഞ എന്തോന്നോ ഒരു ലിങ്ക് എവിടുന്നോ കിട്ടി. അല്ല, ഞാനാണോ നിങ്ങളുടെ അതുപോലെ ആധാരമില്ല. ജാങ്കോ സ്പേസിന്റെ പേരിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. ഞങ്ങളല്ല, ഈ ഇരിക്കുന്ന ക്രൂ അല്ല. എന്തായാലും ഞങ്ങൾ അതിനെ പിടിച്ചോണ്ട് മലയാളം മുമ്പേ കൊടുത്തിട്ടിരിക്കും. സാരമില്ല പോലെ ജീവിച്ചു പൊക്കോട്ടെ എല്ലാരും. ഓക്കെ, വലിയ വത്സല ക്ലബിന്റെ വിശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. എന്താണ് അതിന്റെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? വത്സല ക്ലബിന്റെ വിശേഷം പറയണമെങ്കിൽ ആദ്യം പറയേണ്ടത് എൻ്റെ സംവിധായകനെ കുറിച്ചാണ്, അനൂഷ് മോഹൻ. ഇദ്ദേഹം ആരാണെന്നറിയാമോ? അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഒരു ബേസിക്കായിട്ടൊരു കലാകാരനാണ്, ഒരു കലാവാസന അദ്ദേഹത്തിനുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അത്യാവശ്യമുള്ള ചില എന്താ പറയുക, ഗ്രാഫിക്സ് വർക്ക്, മറിച്ചത് ഈ സിനിമാ സംബന്ധിയായിട്ടും ഷോർട്ട് ഫിലിം സംബന്ധിയായിട്ടും ഒക്കെ നല്ലതുപോലെ അറിവുള്ള ഒരു കൊച്ചു ചെറുപ്പക്കാരൻ. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ പടം ഇറങ്ങുമ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു മുടവൻ മകൾ ബിജു, പനമുള്ളയുള്ള ഒരു സന്തോഷ്, ഇങ്ങനെ 2-3 പേരെല്ലാവരും കൂടെ അപ്പോൾ അഭിനയിച്ചത് നന്ദനത്തിലാണെങ്കിലും ഇറങ്ങിയത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനാണ്. അത് കാണാൻ ഞാൻ തിരുവനന്തപുരം കൈരളിയിൽ പോകുമ്പം ഒരു ബാനർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. റബൽ നായകനായി വിലസിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുകുമാരൻ ചേട്ടൻ്റെ മകൻ പൃഥ്വിരാജിന് സ്വാഗതം. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഇവൻ്റെ കൂടെ വല്ല സൈനിക സ്കൂളിൽ പഠിച്ച പിള്ളേരോ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചതായിരിക്കും എന്നാണ്. അപ്പോൾ അന്ന് കാരണം വെച്ചാൽ ഈ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെയൊക്കെ കടയിൽ കമലഹാസൻ, അമിതാഭ് ബച്ചനൊക്കെ, മമ്മൂട്ടിയൊക്കെ വലിയ വന്നു തുടങ്ങി. എന്നാലും ഇത്ര സജീവമായിട്ട് ഈ ഫാൻസ് പ്രവർത്തനം കേരളത്തിലൊന്നും ഇല്ല. അപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മുന്നേ പിള്ളേർ ഇച്ചിരിയോടൊക്കെ പോട്ടെ. ഇപ്പോഴേ ആൾക്കാർ പറയും അയ്യോ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതാണ് പലർക്കും ഇങ്ങനെ ഈ പൃഥ്വിരാജ് ഫാൻസ് വലിയ ചേച്ചിയായിട്ട് തുടക്കത്തിൽ. കാരണം ഈ പിള്ളേരെല്ലാം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ അതില്ലമ്മ, ഞങ്ങൾ 1-2 പേരെ കൂടെ ഒക്കെ ഇതിൽ ചേർത്തു. അവർക്കൊക്കെ സിനിമാ സംബന്ധിയായിട്ട് കുറച്ചൊരു
അറിവൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ അതാരാന്ന് പറയുമ്പം അവരാണ് എൻ്റെ അടുത്ത് അനൂഷ് മോഹനെ പരിചയപ്പെടുത്തുന്നത്. അല്ല ആൻറ്റി, ഇവർക്കെല്ലാം ഈ പറഞ്ഞതുപോലെ അത് ആൻറ്റിയുടെ അടുത്ത് താമസിക്കുന്നു, ആൻറ്റിയുടെ കൂടെ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ബോയ്സാണ്, അവർക്കെല്ലാം ആൻറ്റിയെ വലിയ സ്നേഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ അല്ല, അതൊക്കെ നല്ല കാര്യം പോലെ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് അതിലേറെ നല്ലത്. അച്ഛൻ പോലും ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വളർത്തി ഇത്രത്തോളമൊക്കെ കൊണ്ടുവന്നില്ല, അതൊക്കെ അവരൊക്കെ സാക്ഷികളാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അല്ല, അവർ ഇവിടെ ഒരു തിരുവനന്തപുരത്തൊരു ഫാൻസ് തുടങ്ങാനായിട്ട് ഒരു ഞാൻ പറഞ്ഞു, അല്ല തിരുവനന്തപുരത്തൊരു ഫാൻസ് എന്നും പറഞ്ഞ് നിങ്ങൾ തുടങ്ങാം, പക്ഷെ അതൊരു ഓവറായിട്ട് നിങ്ങൾ കാണിക്കരുത്, കാരണം അതൊക്കെ വലിയ നടന്മാർക്കുള്ളതാണ്. അങ്ങനെ വരട്ടെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ട് അവനൊക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ സജീവമായിട്ട് പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതിനുശേഷം രാജുവിൻ്റെ ഏത് പടം വന്നു, അപ്പോൾ ഈ നന്ദനം ഒരു നല്ല പടമാണെന്നുള്ള ഒരു ന്യൂസ് പുറത്ത് വന്നതോടുകൂടി ഈ അനൂഷ് അടക്കമുള്ളവർ അതിൻ്റെ ഒരു റിലീസിൻ്റെ അതൊരു ചെറിയ ഒരു ഉത്സവം പോലെ ആക്കി അവിടെ അങ്ങ്. എനിക്കൊന്ന് ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നെന്ന് തോന്നുന്നു, അത് പത്മനാഭയാണ്. അപ്പോൾ അങ്ങനെ വന്ന് അതിനുശേഷം ഞാൻ എപ്പോഴും അനൂഷിനെയൊക്കെ കാണുന്നത്, അനൂഷിന് വേറെ ജോലികളൊക്കെ ഉണ്ട്, കലാപരമായ കാര്യങ്ങൾക്കുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചില ബിസിനസ്, പഠിത്തം, അത് പലതുമുണ്ട്. എന്നാലും ഈ പടം റിലീസിൻ്റെ തലേ ദിവസം ഞങ്ങൾ രാത്രി ചിലപ്പം ചേട്ടാ ഞങ്ങൾ ഇവിടെ ഈ തിയേറ്ററിൽ കുറച്ചൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെല്ലാം കൂടെ. അപ്പം ചുമ്മാ ഞാൻ പറയാം, രാജു മോനെ വണ്ടി ഒന്ന് എടുക്കുക, എന്തോ ഇവരവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഫ്ലക്സ് ബോർഡ് ഉണ്ടല്ലോ, ഈ പട്ടികയിലൊക്കെ വാങ്ങിച്ചുണ്ടാക്കുന്നൊരു സാധനം, അതിങ്ങനെ ഒരു 3-4 ഉണ്ടാക്കി സുഹേട്ടൻ്റെ പടം, അതിൻ്റെ ഇടയിൽ കൂടെ രാജുവിൻ്റെ പടമൊക്കെ വെച്ച്. അപ്പം അന്നാണ് ഞാനിങ്ങനെ ഇങ്ങനത്തെ സാധനമൊക്കെ ഈ പിള്ളേർ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത്. നന്ദനം റിലീസ് നേരിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ രാത്രി 12-12:30 മണിക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പോകാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ വീട്ടിൽ ഈ പിള്ളേരുടെ അമ്മമാർ വിചാരിക്കത്തില്ല, അയ്യോ ഭക്ഷണം പോലും കഴിച്ചില്ല, എൻ്റെ കുഞ്ഞ് അവിടെ പോയി, എന്നെ പോലെയല്ലേ അവരെല്ലാവരും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? എല്ലാവരും ഇപ്പോൾ എത്തിയിട്ട് ഒരു അരമണിക്കൂർ കൂടെ ഉള്ളതെന്ന് പറയും. അപ്പോൾ എനിക്കന്ന് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഏക കാര്യം, അന്ന് അവിടെ എൻ്റെ അടുത്ത് കിഴക്കേക്കോട്ട ബുഹാരി അതും ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉണ്ട്. ഞാൻ പറയും, വല്ലതും കഴിച്ചേച്ച് പോണേ മോനെ, വീട്ടിൽ ചെന്ന് പാതിരാത്രി അമ്മയെ ചെന്ന് വിളിച്ചോടത്തി വിശക്കുന്നമ്മ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പൃഥ്വിരാജ് ഫാൻസിൻ്റെ ഒരു ഉപദേശകനെ പോലെയും ഒരു സഹയാത്രികനെ പോലെയാണ് ഞാൻ അനൂഷിനെ ആദ്യം കാണുന്നത്. എല്ലാം കഴിഞ്ഞ് എപ്പോഴും കേൾക്കും, ചില ഷോർട്ട് ഫിലിം പോലെ ഒരു സംഭവം എടുത്ത് അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തൊക്കെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പെട്ടെന്നാണ് അനൂഷ് എന്ന് പറഞ്ഞ ചേച്ചി ഞാനൊരു പടം ചെയ്യാനായിട്ട്, അമ്മ ഞാൻ അയ്യോ നല്ല കാര്യം, നിങ്ങളൊക്കെ വരണം, കാരണം ഇപ്പോൾ കണ്ടോ മോനെ സംഗതി മാറി, പുതിയ പുതിയ കുട്ടികൾ നല്ല മിടുക്കന്മാർ വരുന്നുണ്ട്, അവരുടെയൊക്കെ പടങ്ങൾ ജനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നല്ലൊരു ഹെൽത്തി ഗ്രോത്താണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ എല്ലാ കമ്പനികൾക്കും കോടികളൊന്നും കളഞ്ഞ് പടമെടുക്കാനൊക്കത്തില്ല. അപ്പോൾ നമുക്ക് താങ്ങാവുന്ന ഒരു ബജറ്റിൽ പടമെടുക്കുകയും ആ പടത്തിൽ താങ്ങാവുന്ന റെമ്യൂണറേഷൻ കൊടുത്ത ആൾക്കാരെ ഇടുകയും അവരെ ജനം അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഭാഗ്യമാണ്. അമ്മ ഒരു ചെറിയ വേഷം ഒന്നല്ല ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ എന്തുവാ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ തറവാട്ടിൽ ഈ ഒരു നായികയുടെ ഒരു അമ്മുമ്മയായിട്ടൊരു കഥാപാത്രം ഉണ്ട്, അങ്ങനത്തെ വെറുതെ ഒരു അവശകലാകാരിയൊന്നും അല്ല. ഇതിനകത്തിപ്പോൾ അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അനൂഷിൻ്റെ ഒരു പടമാണ്. ഒരു ബാധ്യതയും ഒരു കടമയും ഒരു സ്നേഹവും ഞാൻ കാണിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വന്ന് കണ്ടപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ വന്ന് പടമെടുക്കാൻ എന്നെ വിളിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. അതുപോലെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കും, ഞാൻ വരാം, എന്താണ് ചെയ്യുന്നതല്ല അല്ല ആൻറ്റിയുടെ ക്യാരക്ടർ അവസാനം പറയുന്നിടത്താണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് പറഞ്ഞ സംഭവം അവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പിന്നെ അനൂഷല്ലേ, അനൂഷിനോട് നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞു, അത് എൻ്റെ മകളോട് പറഞ്ഞു, രാജുവിനൊക്കെ ഏതാണ്ട് 2027 വരെ ഡേറ്റും ഇല്ല ഒന്നുമില്ല. എന്നിട്ടും ഞാൻ പറഞ്ഞു മോനെ, നീ ചെയ്യാവുന്ന പടങ്ങൾ മാറ്റിയിട്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്ത് പോകുമ്പോൾ ഇതുപോലുള്ള പിള്ളേർക്കെങ്കിലും ഇനിയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ 1-2 വർഷത്തിൽ ഒരു പടം ചെയ്ത് കൊടുക്കുക. കാരണം അതൊക്കെ നിൻ്റെ ഒരു കടമ കൂടാണ്. അപ്പം മോൻ അതവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു സംഭവം പറയുന്നത് രാജുവിൻ്റെ വോയിസ്. അത് രാജു പോയി ഈ തിരക്കിനിടയിൽ കൂടെ നോബഡി ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചെന്ന് അത് പറയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ചെയ്യണം, അനൂഷാണ്. ഞാൻ അറിഞ്ഞു അമ്മേ അനൂഷ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കേട്ടോ. രാജുവിന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകടനങ്ങൾ നമുക്ക് ഈ ഷോയിങ് ഓഫ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കുഞ്ഞാവന്. അത് അവസാനം അഭിനയിച്ച് വന്നപ്പോൾ കാണാൻ ഈ അമ്മൂമ്മച്ചി ഒരു പ്രൗഢയായ സ്ത്രീയാണ്, ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, പറയേണ്ട കാര്യങ്ങൾ പറയും മടിയില്ലാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറിയാൽ മതി. പക്ഷേ ഇപ്പം ഈ പടത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഡബ്ബിങ്ങിനൊക്കെ കണ്ടപ്പോഴേ
ആ പിള്ളേരൊക്കെ നല്ല തകർത്ത് വെച്ച് ആ വത്സല ക്ലബ്ബിലെ കുട്ടികളൊക്കെ തകർത്ത് വെച്ച് അഭിനയിക്കുന്നുണ്ട്. കോമഡിയുണ്ട്, ചിരിക്കാൻ വകയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ എനിക്ക് ആകെ മൊത്തം ഈ പടത്തിനെ പറ്റി എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പുറകിൽ വലിയൊരു കഥ കിടക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഇതിലേക്ക് എത്തിയേക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനുഷിന്റെ ഒരു ഗ്രോത്ത് ആണ്. അന്ന് അവിടെ ഇങ്ങനെ നടന്നിട്ട് അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് ഇപ്പൊ ഒരു സിനിമ സത്യം. അതെ, അല്ല അനുഷൊക്കെ വരണം. കാരണം വെച്ചാൽ അവരുടെയൊക്കെ സ്വപ്നമാണ് സിനിമ എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് അവരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികൾ നല്ലതുപോലെ ഒരു കഷ്ടപ്പെടും. അല്ലാതെ ഇപ്പോൾ ഇന്നാരെ കണ്ടിട്ട് സിനിമ എടുക്കുന്നതൊന്നുമല്ല. അപ്പോൾ അനൂഷ് നിർബന്ധപൂർവ്വം കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ രാജു ഒരു പടം ചെയ്തു എന്നിരിക്കും. പക്ഷേ അതല്ല, അനുവിനൊരു അവസരം വന്നപ്പോൾ അതിന് പറ്റിയ കഥ, അതിന് പറ്റിയ ആൾക്കാർ, അതിന് പറ്റിയ പ്രൊഡ്യൂസർ, എൻ്റെ ആ ഒരു സെറ്റപ്പ് എല്ലാം കൂടെ റെഡിയായപ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരം അനൂഷിനെ സംബന്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വരട്ടെ. ഇനി അന്വേഷിച്ച് ഈ രംഗത്ത് നല്ല മിടുക്കനായിട്ട് നിൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അമ്മ ഇടയിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ രാജുവേട്ടനോട് ഇടയ്ക്കേടാ ഇങ്ങനെ പുതിയ ആൾക്കാർക്ക് അല്ല രാജു അത് ഇഷ്ടപ്പെടുന്ന ആളുമാണ്. കാരണം രാജു എപ്പോഴും പറയാമേ, നമ്മളൊക്കെ വന്നപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞിട്ട് പുതിയ സംവിധായകർ, പഴയ സംവിധായകർക്ക് പുതിയ ആൾക്കാരെ വേണ്ട, പുതിയ സംവിധായകർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ താരങ്ങളുടെ സീനിയോറിറ്റി നോക്കി, ഡയറക്ടേഴ്സിൻ്റെ സീനിയോറിറ്റി നോക്കിയൊക്കെയാണല്ലോ ഡേറ്റ്. ഇപ്പം ഞങ്ങളോട് വരെ പലരും പറഞ്ഞിട്ടുണ്ട്, അയ്യോ അങ്ങനെ എല്ലാ പടമൊന്നും കയറി ചെയ്യരുത്, ഇൻഡസ്ട്രി നിൽക്കത്തില്ല കേട്ടോ, നല്ല ഡയറക്ടേഴ്സിൻ്റെ പടം വന്ന. അപ്പം നമ്മുടെയൊക്കെ ധാരണ അങ്ങനെ ആയിരുന്നു. അത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ പടത്തിലൊക്കെ ഇതിപ്പോൾ ആദ്യമായിട്ട് പടം ചെയ്യുന്നവരുടെ പടത്തിൽ അഭിനയിക്കുന്നത് പോലും ഇവിടെ 100 ദിവസവും 150 ദിവസമൊക്കെ ഓടി. അപ്പോൾ അതെന്തൊരു മാറ്റമാണെന്ന് ആലോചിച്ച് നോക്കിക്കണം. അപ്പോൾ ആൾക്കാർ ആ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രേമലുവും മറ്റേ മഞ്ഞുമ്മൽ ബോയ്സും ഇതൊക്കെ ഓടിയത് കണ്ടപ്പോൾ ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം. നല്ല രസമായിരുന്നു കേട്ടോ പടം കാണാനെന്ന് പറയാൻ. അതിനകത്ത് ഏത് താരമാണ്, എല്ലാം കൊച്ചു പുതിയ പിള്ളേരായിരുന്നു. തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പം മല്ലികമ്മയുടെ ഒക്കെ തുടക്ക ടൈമിൽ 74 കാലഘട്ടത്തിൽ അന്നത്തെ സിനിമ വേറെയാണ്, വേറെ. ഇന്നത്തെ ഒരു സിനിമ നോ കമ്പാരിസൺ. അന്ന് നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നസീർ സാറ്, സത്യം ഭാഷ മരിച്ചുപോയി, നസീർ സാറ്, മധു സാറ്, ഉമ്മർക്ക, സ്ഥിരം വില്ലൻ ഉമ്മക്കയാണല്ലോ. പിന്നീട് വന്നത് രാഘവൻ ചേട്ടൻ, സുധീർ, MG സോമൻ, ജയൻ, സുഗോട്ടൻ, ഈ ഒരു ഗ്യാങ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ചില പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നു ഒരു പടം എടുക്കാൻ, ഇന്നാര് വേണമെന്ന് തീരുമാനിക്കുന്നു. പ്രൊഡ്യൂസർ തന്നെ നേരിട്ട് റെമ്യൂണറേഷൻ സംസാരിക്കുന്നു, ഫിക്സ് ചെയ്യുന്നു, ഒരു അഡ്വാൻസ് തരുന്നു, ഇത്ര തൊട്ട് ഇത്ര വരെ ഡേറ്റ്, അത് ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ചിട്ടയായിട്ട് അങ്ങ് പോകും. കാരണം അന്നില്ല സ്കൂളിൽ പോയില്ല, ആദ്യമായിട്ട് സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ട് അച്ഛനമ്മമാർ കൊണ്ട് ക്ലാസ് വിടുമല്ലോ എന്ന് പറഞ്ഞവരാ നമ്മളൊക്കെ അവിടെ ചെന്നിറങ്ങുന്നത്. വേറെ നമ്മൾ ചെല്ലുമ്പോഴേ പ്രൊഡ്യൂസറോടെ കസേരയിൽ ഇരിപ്പുണ്ട് രാവിലെ 7:30. അപ്പോൾ അയ്യോ പിന്നെ കറക്റ്റ് ടൈമിൽ എല്ലാവരും എത്തിക്കണം. ഭയമാണ് എല്ലാവർക്കും. അത് 1-2 പേര് ഇപ്പോൾ ജയമാരുതി പ്രൊഡക്ഷൻസ്, T. വാസുദേവൻ സാറ്, RS പ്രഭു സാറ്, മഞ്ഞുലാസ് ജോസഫ് സാറ്, ഇവരെയൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയായി. ഞാൻ അവരുടെയൊക്കെ പടത്തിൽ അഭിനയിച്ചു. അതുപോലെ സംവിധായകൻ എന്ത് തമാശ പറഞ്ഞാലും ശരി, ശശികുമാർ സാറ്, HB രാജ് സാറ്, ഇവരെല്ലാവരും സമയം തെറ്റിച്ചാൽ ഒരു ഇച്ചിരി മൂഡ് ഓഫ് ആവുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അന്നത്തെ ചിട്ടയുണ്ട്. അവരുടെ പ്രായം അങ്ങനെ. അവരൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് ഇത് ഇച്ചിരി കാശ് പോകാൻ പാടില്ല, തിരിച്ച് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വാശി അവർക്കും ഉണ്ടല്ലോ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പടം എടുക്കുന്ന ഒരു ഗ്ലാമറാണെന്നും കൂടെ ധരിച്ച് വരുന്ന നിർമ്മാതാക്കളും ഉണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു, ഒരു പടം എടുത്തു, അത് ഓടിയില്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെ അവർ മാത്രം ചിന്തിക്കുന്ന കാര്യം. പക്ഷെ അവർക്ക് പടം എടുക്കണം എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതല്ല അന്നൊരു പടം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബജറ്റ്, കാര്യങ്ങൾ, എത്ര രൂപ വേണം, എങ്ങനെ, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വലിയ നഷ്ടങ്ങളുണ്ടായിട്ടില്ല. അവരൊക്കെ സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വീടും കാര്യങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് വലിയ കടബാധ്യതകളൊന്നും ഉള്ളവരായിട്ടൊന്നും ആരും പോയിട്ടില്ല. അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കട്ടെ, നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അറിയാം, ആദ്യമായിട്ട് മല്ലികമ്മ മേടിച്ച ഒരു പ്രതിഫലം എത്രയൊന്നും ഓർമ്മയുണ്ട്? 500 രൂപ. 500. എത്ര ദിവസത്തെ ഷൂട്ടാണ്? ഉത്തരായനം ഒരു 4-5 ദിവസം പോയി. 4 ദിവസം. അതെനിക്കായതുകൊണ്ട് തന്നത് 500 കൂടുതലാണ് ശരിക്കും അന്ന്. അതെന്താണെന്ന് വെച്ചാൽ തിക്കുടിയൻ സാറ്, എൻ്റെ കൈനിക്കര വലിയച്ഛന്മാരുടെയൊക്കെ അവരെയൊക്കെ ഒരു ഗുരുസ്ഥാനീയരായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പട്ടത്തുള്ള കരുണാകരൻ സാറും ആണ് പ്രൊഡ്യൂസർ, ഉത്തരായന അരവിന്ദൻ സാറ് ഡയറക്ടർ. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരുന്നത് തിക്കുടിയൻ സാറാണ്. ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അതൊന്നും വിഷമിക്കേണ്ട, ഇതൊന്നും നിങ്ങൾ ചെയ്യണം, നിങ്ങൾ കോളേജിലൊക്കെ നാടകമൊക്കെ അഭിനയിച്ച് മിടിക്കുകയല്ലേ, ധൈര്യമായിട്ട് വരണം, ഞാനുണ്ട് കൂടെ. അപ്പോൾ തിക്കുടിയൻ സാറിനെ എനിക്കും അറിയാം.
അങ്ങനെ ചെന്നെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മല്ലികയ്ക്ക് വീട് ഒക്കെ സഹായങ്ങളും ഒക്കെ എത്ര നല്ല ഇതായിട്ടൊക്കെ കഴിഞ്ഞ് ഇതൊരു കുഞ്ഞല്ലേ ഇത് ഒരു കവറിലിട്ട് ഞാൻ നോക്കുമ്പോൾ 500 രൂപയുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ഒരു 5 ലക്ഷത്തിൻ്റെ വിലയുണ്ട്. 74 കാലഘട്ടമായി ഈ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് എന്തിനാ? അയ്യോ അങ്ങനെ പറയുന്നത് കൊള്ളാം, എന്ത് വേണേലും വാങ്ങിക്കാം, സാരി വേണേൽ സാരി വാങ്ങിക്കാം. അന്നൊക്കെ 500 രൂപയ്ക്ക് 5 സാരി കിട്ടും. പോട്ടെ, എന്തെങ്കിലും വാങ്ങിക്കാതിരിക്കട്ടെ. അത് ആദ്യമായിട്ട് ഒരു ജോലിക്ക് ഇറങ്ങിയ ഒരു അഭിനയമല്ലേ, ചിലപ്പോൾ നാളെ ഇതുകൊണ്ടാണ് മല്ലിക ജീവിക്കുന്നതെങ്കിലോ എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ് അനുഗ്രഹിച്ച് 500 രൂപ എനിക്ക് തന്ന സത്യം. അയ്യോ അത് ഞാൻ എപ്പോഴും ഞാൻ ഈയിടെ ജോർജ് സാറിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞു. കാരണം എന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഞാനൊരു ഗുരുക്കന്മാർ പോലെ ബഹുമാനിക്കുന്ന സംവിധായകരൊക്കെ നല്ല വാക്ക് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. എന്നെ പറയും ഒന്നും വിഷമിക്കേണ്ട, മല്ലികയ്ക്ക് കള്ളം പറയാനൊന്നും അറിയാൻ വയ്യ, ഈ പറഞ്ഞതിൻ്റെ വിട്ട് മല്ലിക ജീവിതത്തിൽ അഭിനയിക്കാത്തൊരു സ്ത്രീയാണ്, അതാണ് വേണ്ടത് കേട്ടോ, ഇതങ്ങോളം പോകണം എന്ന് എല്ലാവരും എന്നോട് പറയും. നിർമ്മാതാക്കളായാലും സംവിധായകരായാലും എല്ലാവരും അവർക്കൊക്കെ സുഖമായിട്ടേ അറിയാം, ഇല്ലെന്നല്ല. എന്നാലും ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു അനുഗ്രഹം എനിക്കുണ്ട്, അതെനിക്കറിയാം, നന്നായിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ കൂടെ അഭിനയിച്ച നടന്മാര് ഇപ്പം പറഞ്ഞല്ലോ എല്ലാത്തിലും മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഉമ്മർ സാർ. ഉമ്മർക്ക് പേഴ്സണൽ ലൈഫിൽ എങ്ങനെ? അയ്യോ ഇതുപോലെ നല്ലൊരു മനുഷ്യനില്ല, സത്യം പറയട്ടെ. അയ്യോ ഉമ്മക്ക് പാവ സംസാരവും ഉണ്ടൊക്കെ വെച്ചിട്ടുള്ള നോട്ടോ ശബ്ദമോ കേൾക്കുമ്പോൾ നമ്മൾ പിടിച്ചു പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പടങ്ങളൊക്കെ കിട്ടിയില്ല. മദ്രാസിൽ താമസമായപ്പം അയ്യോ പാവം എൻ്റെ ദൈവമേ ഇവർക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഉമ്മക്ക അടൂർ ഭാസ് സാർ വഴിയാണ്, ഭാസ് സാറൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധുത്വമൊക്കെ ഉണ്ട്, ശ്രീകുമാരൻ തമ്പി ചേട്ടനൊക്കെ. ഭാസ് സാർ പറഞ്ഞു ഉമ്മറുടെ ഒരു നാടകമുണ്ട്. അങ്ങനെ ഒരു നാടകം കമ്പനി പോലെ നടക്കുന്നില്ല, പക്ഷേ പുള്ളി അറിയാമല്ലോ നിനക്ക്, KPS. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പെരിച്ചാഴികൾ എന്ന് പറഞ്ഞൊരു നാടകം. പക്ഷേ വന്ന് അതിപ്പോൾ അതുകൊണ്ട് ഈ മലയാളി അസോസിയേഷൻ ബാംഗ്ലൂർ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് KP ഉമ്മർ ആയതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിലൊരു നായികയുടെ കഥാപാത്രമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരെ ഈ കോളേജിലൊക്കെ നാടകം അഭിനയിച്ചിട്ടുണ്ട്, നാടകം എളുപ്പമാണ്, സിനിമ ആ പാടത്തുള്ള മട്ടില്ല. ഞാൻ പറഞ്ഞു ആ നാടകം ഞാൻ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മക്ക് ഒരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അരുണാചല സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ റിഹേഴ്സൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഉണ്ട്, അഭിനയിക്കുന്നു. അപ്പോൾ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത് നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അവിടെ ഉമ്മക്കളുടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ റിഹേഴ്സലിൽ ഇത് സാധിക്കും, സ്റ്റേജിൽ നടക്കില്ല, കാണാതെ പിടിക്കാമെങ്കിൽ മാത്രം അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ അത് തന്നെയാണ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചേച്ച് ഒച്ചത്തിലാണല്ലോ സംസാരം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഭിനയിച്ചു. അങ്ങനെ ഒരു മാസം ഒരു 5-10 നാടകങ്ങളൊക്കെ ഓരോരുത്തർ വലിയ വലിയ സ്ഥലങ്ങളിലാണ് വിളിക്കുന്നത്. മലയാളി അസോസിയേഷൻ, ബോംബെ, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രെയിനിൽ എല്ലാവരും കൂടെ ഞങ്ങളങ്ങ് അന്ന് പ്ലെയിനൊന്നുമില്ല, ട്രെയിനിൽ പോകേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 4-5 നാടകം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ. അപ്പോൾ അന്നേരം നമ്മൾ ഈ സിനിമ കിട്ടിയില്ലെന്നൊക്കെയുള്ള സങ്കടം അങ്ങ് മറക്കും. അതാണ് ഇതും കൂടെ ഉണ്ടല്ലോ. പിന്നെ മെയിനായിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. അങ്ങനെയാണ് തമ്പിച്ചേട്ടൻ്റെ പടങ്ങളിൽ മാളിക പണിയുന്നവർ, ഏതോ ഒരു സ്വപ്നം, ഇങ്ങനെ പടങ്ങളിൽ വേഷം കിട്ടി, അങ്ങനെയൊക്കെ അഭിനയിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുന്നു. പിന്നെ അവിടെ നിന്നാണ് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നമ്മുടെ TG രവി സാറായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ TG ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടിട്ട് പെണ്ണുങ്ങളൊക്കെ ഓടിയിട്ട് നിന്നു ഷൂട്ട് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഞാനൊരു ക്രൂരനായിരുന്നു ആൾക്കാരുടെ മുമ്പിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം സത്യം. പക്ഷേ രവിചേട്ടനൊക്കെ എന്ത് നല്ല മനുഷ്യന്ന് പറയാം. ഞാൻ എപ്പോഴും പറയും ഈ പറഞ്ഞ ജയനോ കഷ്ടം എൻ്റെ ഈശ്വര. അറിയപ്പെടാത്ത രഹസ്യം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സെറ്റ് ചെയ്താണ് ഏറ്റവും അവസാനം മദ്രാസിലേക്ക് കൂടലക്കത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ ചാകരയ്ക്ക് തൃശ്ശൂരുണ്ട്, ഞാൻ സുഖമായിട്ട് കൂടെ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, ഇന്ദ്രൻ കുഞ്ഞാന്ന്. ചെന്നു. അപ്പോൾ ജയൻ്റെ ഫോൺ വരികയാണ്, പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് കയറും, കോട്ടയത്തുനിന്ന് കേട്ടോ കയറും. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരെത്തുമ്പോൾ ഇതാ കമ്പാർട്ട്മെൻറ്റ്, ടിക്കറ്റ് നമ്മൾ 2 പേരിടത്താണ്, അപ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമാണ് അവരുടെ യാത്ര. ഞാൻ രാവിലെ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇഞ്ചി പോന്നു. അപ്പോൾ സുഖട്ടൻ മദ്രാസിൽ പോയിട്ട് വീണ്ടും ട്രിവാൻഡ്രത്ത് വരണം 3 ദിവസം കഴിയുമ്പം. അപ്പോൾ ഞാനും കുഞ്ഞും ഒക്കെ ആയിട്ട് കാറിൽ ഞങ്ങളിങ്ങനെ പതുക്കെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നു. അപ്പോഴാണ് ഈ സംഭവം. അന്ന് വൈകിട്ടത്തെ ഇവരവിടെ എത്തിക്കഴിഞ്ഞ് കൂടലക്കത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ് ഈ ആക്സിഡൻറ്റ്. അത് ആ ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലും ജാനുവരിയിൽ എൻ്റെ കല്യാണമാണ്. ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെ കാണുന്നൊരു സ്ത്രീയാണ് നിങ്ങൾ. സൂനോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരണേ
അപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണമൊക്കെ ആയി. അത് ശരി, കല്യാണം താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് പോയ ഒരു വ്യക്തി. അയ്യോ വലിയ കാര്യമായിരുന്നു. ഈ പറഞ്ഞ ഇന്ദ്രനെ കണ്ട കോരി എടുത്തുകൊണ്ട് പോയി അവിടെ എവിടെയൊക്കെ കൊണ്ടു നടന്ന് തേക്കടിയിൽ ആരുടെ നിവാസി താമസിക്കുമ്പോഴൊക്കെ അതെ ഞാൻ പറയുകയും അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് മറക്കാനൊക്കെ തരാം. കാരണം സിനിമയിലൂടെ അതിലുപരിയായിട്ടുള്ളൊരു കുടുംബ ബന്ധം പോലെ ചിലർ നമ്മളോട് സ്നേഹമായിട്ട് സുഹൃത്തിനെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ചില വ്യക്തിബന്ധങ്ങളുണ്ട്. ശരിക്കും ഈ സുഖേട്ടൻ എങ്ങനെയാണ് റിക്കവറായി ജയേട്ടൻ്റെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം? ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന ഫോണോ തിരുവനന്തപുരത്ത് ആദ്യം വരുന്ന ഫോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചേച്ചി സുഖേട്ടനും ജയനും കൂടെ ഒരു ഹെലികോപ്റ്ററിലും ബൈക്കിലുമായിട്ട് അഭിനയിച്ച സീനിലൊരു അപകടം ഉണ്ടായി, ഹെലികോപ്റ്റർ എല്ലാം കൂടെ കത്തി താഴെ വീണെന്ന് കേട്ടപ്പോൾ ആ പറയുന്ന ആൾ ധരിച്ചിരിക്കുന്നത് സുഖേട്ടനും അപ്പം പോയിന്നാണ്. ആ ഒരു തരത്തിലാണ് ഒരു ചെറിയ പ്രശ്നം. അപ്പോൾ എനിക്ക് എന്തോ അന്ന് തെളിച്ച് പറഞ്ഞ് എനിക്കിങ്ങനെ അല്ല നിൽക്കുക ചേച്ചി അങ്ങനെ ഒന്നും വയ്ക്കല്ലേ, ജയൻ എന്തോന്നോ പറ്റി ഹെലികോപ്റ്റർ വീണെന്നോ ഒക്കെ ഹോസ്പിറ്റലിലോട്ട് ചേച്ചി അങ്ങനെ വിഷമിക്കരുത്. അത് പറയാൻ കാര്യം വെച്ചാൽ അവിടെ വല്ല ഫോൺ വന്നോന്നറിയാൻ വേണ്ടി അമ്മനില്ല ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഉടനെ ഇമ്മീഡിയറ്റായിട്ട് മണ്ണാർക്കയം ബേബി അന്ന് ക്രിറ്റിക്സ് അവാർഡിൻ്റെയൊക്കെ ആളെ ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ വിഷമിക്കേണ്ട, ഇത് പറ്റിയത് ജയനാണ്, പുള്ളി ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ തൂങ്ങി. അപ്പോഴും പിന്നീട് സുഗേട്ടൻ്റെ ഷോക്ക് മാറിയപ്പോഴാണ് സുഗേട്ടൻ എടുത്ത് പറഞ്ഞത്, നിനക്കറിയാമോ ജയൻ എന്നോട് പറഞ്ഞു, ഞാൻ അതിൽ പിടുത്തം കിട്ടിയെന്ന് എനിക്കൊരു ഉറപ്പ് വരുമ്പോൾ ഞാനിങ്ങനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ പെട്ടെന്ന് ബൈക്ക് വിട്ട് മുമ്പോട്ട് പൊക്കോണം, അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാരണം അങ്ങോട്ടാണ് ചരിഞ്ഞ് വീഴുന്നതേ. അപ്പോൾ ഒരു പക്ഷേ ജയന് ഈ പട്ടാളത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാമായിരുന്നിരിക്കണം, എന്താണെന്നറിയില്ല, ഈ വെയിറ്റ് എല്ലാം കൂടെ താങ്ങുമോ, കാരണം ബാലൻ കെ നായർ ഇങ്ങനെ കാല് വെച്ച് ചവിട്ടുന്നതും ഒക്കെ ഇല്ലയോ, അതിൻ്റെ ചോട്ടിൽ നിൽക്കണ്ട, ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ അങ്ങ് പൊക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുമ്പിലോട്ട് പോയി കുറച്ചവിടെ ഒരു വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹെലികോപ്റ്റർ ചരിഞ്ഞ് വീഴുന്നത് സുഗേട്ടനും കാണുന്നത് പുള്ളിയായി. സുഗേട്ടൻ പറയാതെ ജയൻ്റെ ആ ചിട്ടയായ ജീവിതവും എക്സസൈസും ആ ശരീരത്തിൻ്റെ ബലമൊക്കെ കൊണ്ടായിരിക്കും. അതിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നതിൽ ഇവിടുന്ന് ബ്ലഡ് വരികയായിരുന്നു. അപ്പോൾ പോകുന്ന വഴി തന്നെ വിജയ ഹോസ്പിറ്റലിലേക്ക് മദ്രാസിൽ കൊണ്ട്, പക്ഷേ സുഗേട്ടനൊക്കെ ഒരു സംശയം തോന്നി. കാരണം ഒരു 10 മിനിറ്റ് കൊണ്ട് മുഖം അങ്ങ് വീങ്ങി വന്നു. അപ്പോൾ ഒരു ചെറിയ ലക്ഷണക്കേട് ഇവർക്കെല്ലാം തോന്നി, പക്ഷേ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വന്ന് ജയം പോയി എന്നൊക്കെ പറഞ്ഞു. അതൊരു വല്ലാത്തൊരു സംഭവമായി. വേറെ തലേ ദിവസം ഞങ്ങളൊക്കെ സംസാരിച്ചത് കോളിളക്കത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു, നാളെ ഹെലികോപ്റ്ററിൽ ഷൂട്ടിങ്ങാണ്, അതാണിതാണ്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ബഹളങ്ങളൊക്കെ കണ്ടേച്ചാൽ ഇവിടെ എല്ലാവരും ചിരഞ്ജീവികളാണെന്ന് തോന്നും. ദൈവമേ, അല്ല ഇത്രയുള്ള പോലെ ഇപ്പം തന്നെ. ഇപ്പം എൻ്റെ സഹോദരനോട് ഞാൻ ചോദിക്കായിരുന്നു, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ കുറച്ചൊരു പ്രായമായ ഒരു 50 വയസ്സിന് ശേഷം ഇപ്പം നമ്മളെപ്പോലൊക്കെ ഉള്ളവർക്ക് ഇതിപ്പോൾ മിനിയാന്ന് കണ്ട് ഞാൻ കണ്ടൊരു കൊച്ചുകുട്ടി 29 വയസ്സ്. എന്തോന്ന് ഇതൊക്കെ ഈശ്വര ആലോചിക്കാൻ പോലും വയ്യ. ആ കുട്ടി അതിനൊന്നും ഒരു ലക്ഷണവും ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവവും ഒന്നുമില്ല. അപ്പം ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടുന്തോറും രോഗങ്ങൾ വരുന്ന പ്രായങ്ങളും എല്ലാം അങ്ങ് മാറുക. ഇപ്പോഴും എന്താണോ എന്തോ ഒരു പിടിയില്ലപ്പാ. എന്തായാലും എല്ലാവരും ഇപ്പോൾ അതുകൊണ്ട് ഹെൽത്തിലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇപ്പോൾ വളരെ കോൺഷ്യസ് ആകാൻ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പും കാര്യം. അല്ല അത് വേണം. എന്താ വെച്ചാൽ അത്ര കണ്ട അസുഖങ്ങളായിപ്പോയി നമ്മുടെ നാട്ടിൽ. എൻ്റെ മുത്തച്ഛനൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഈശ്വര പണ്ട് ഈ കൊയ്ത്ത് സമയത്ത് വിത്ത് വിതയ്ക്കാനൊക്കെ അപ്പോൾ ഈ വെയിലത്ത് കണ്ടത്തും വരുമ്പോൾ ഹരിപ്പാട് പോയി കുടയും പിടിച്ചുകൊണ്ട് 3 മണിക്കൂർ അവിടെ നിന്ന് തിരിച്ചു വന്ന് കുളത്തിൻ്റെ ഇറങ്ങിപ്പോയി കയ്യും കാലും കഴുകുന്നത് അവിടെ 70-ആം വയസ്സിൽ. ഇപ്പോൾ നമ്മളോടെങ്ങാനും ഒന്ന് കുളത്തിൽ ഇറങ്ങാൻ പോയാൽ 2 പേര് 2 സൈഡ് പിടിക്കണം നമ്മളെ. ഇനി നമ്മളൊക്കെ ആ ഒരു പ്രായത്തിലേക്കൊക്കെ ഉണ്ടാവും അറിയില്ല. സത്യമായിട്ട് 90-92 വയസ്സ് വരെ നടക്കാൻ പോകും കാര്യങ്ങൾ. വേറെ കാര്യം, ഒരു വൈബ് അമ്മൂമ്മ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അതെ, ഇൻഡസ്ട്രിയിലെ വൈബ് അമ്മൂമ്മ. വീട്ടിലും അങ്ങനെയാണോ? അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് അങ്ങനെ പറ്റൂ. സത്യം, ഒരു വൈബ് അമ്മൂമ്മയായിട്ടിരിക്കാൻ എനിക്കിഷ്ടം. സത്യം വേണം നമുക്ക് എപ്പോഴും. അല്ല വേണമല്ലോ, തീർച്ചയായിട്ടും വേണം. അത് പറയും എൻ്റെ കൊച്ചുമക്കൾ, ഇന്ദ്രൻ്റെ മക്കളൊക്കെ പറയാറുണ്ട്, അമ്മൂമ്മ എൻ്റെ പൊന്നെ ഞങ്ങൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമില്ല, നോക്കുമ്പോൾ അമ്മൂമ്മ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വാട്സപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഞാൻ പറയും നിങ്ങളുടേതാ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചാൽ. അത് ഞാനിതൊന്നും ഉപയോഗിച്ചിരുന്ന ആളല്ല, ഇമെയിലും മെസ്സേജും നോക്കി ജീവിച്ച ഒരാളാണ്.
ഇപ്പം നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പാടുന്നു ചാടുന്നു തുള്ളുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കാണണ്ടേ? അമ്മൂമ്മയും പഠിച്ചല്ല ഇത് പറയാറുണ്ട്. ഇത് പറഞ്ഞ പോലെ അതിൻ്റെ അല്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഈ സദസ്സറിഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ സഭയറിഞ്ഞ് പെരുമാറുക എന്നൊക്കെ ഒരു വലിയ ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വലിയ പുരാണ കഥകളൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും പിടിക്കുമോ? മോളെ പണ്ട് ശ്രീരാമനുണ്ടല്ലോ, സീതയെ കാട്ടിലയച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ചേച്ചി ഒന്ന് എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ തന്നെ അതിന്റെ കൂടെ നാടോടുമ്പോൾ നടുവേ. കുറെ നാൾക്ക് ശേഷം ഒരു അമ്മ മകൻ കോംബോ കുറെ നാൾക്ക് ശേഷം എല്ലാവരും ഏറ്റെടുത്തത് നമ്മുടെ ലവ് ആക്ഷൻ. അയ്യോ സത്യം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത് നിവിൻ്റെ അമ്മയായിട്ട് ആ പടത്തിൽ അതൊരു ധ്യാനിൻ്റെ മിടുക്കോ അത് നിവിൻ്റെ മിടുക്കോ എനിക്കറിയത്തില്ല. ഒരു വല്ലാത്ത കെമിസ്ട്രി ആയിരുന്നു. ഒന്നാമത് ഞാനും ആ കുട്ടികളുടെ കൂടെ കൊച്ചു പിള്ളേരല്ലേ, എൻ്റെ മക്കളെക്കാളും ഇത്ര ഇളയവരൊക്കെ വേണ്ട അതിനകത്ത്. എന്നിട്ട് ഞാനും അതിനകത്തൊരാളായിട്ടൊക്കെ മാറി എന്നുള്ളതാണ്. പിന്നെ അതാ അപ്പോൾ നമുക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഒരു ഫീലാണ്. പിന്നെ ആ കഥാപാത്രവും നിവിൻ വന്നിട്ട് ഞാനൊരു കല്യാണം കഴിച്ചാലോ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആണോ എന്നൊക്കെ പറഞ്ഞ് മകൾ പോയി കിടന്നുറങ്ങേ കേട്ടോ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയും. എൻ്റെ വലിയ ഞങ്ങൾ ആ സീൻ കണ്ട് ചിരിച്ചു. വലിയ കാര്യത്തിൽ വളച്ചൊടിച്ച് പോകുമെന്ന് കല്യാണക്കാരി പറയുമ്പോൾ നല്ല അമ്മ ആണോ മുന്നോ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ വളരെ നല്ലൊരു വേഷമായിരുന്നു. അതേപോലെ തന്നെ ബ്രോഡാഡിയില് മറ്റേ തടവുമ്പം ഏത് പാർലറിലാടാ അതിന്റെ കെട്ടിയോള് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അത് അയ്യോ അത് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. അതൊരു കൊച്ചു കുഞ്ഞ്, ഒരു 3-3.5 വയസ്സുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ കാണാതെ പറയാ കുഞ്ഞ്, ജോണിക്കുട്ടിയേ ഇങ്ങോട്ടൊന്ന് വന്നടാ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഈ കുഞ്ഞിന് ആരും പ്രോംപ്റ്റിങ്ങിലൊന്ന് എല്ലാം പറഞ്ഞു എടാ ഞാൻ 8 പെറ്റവളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നു മോളെ ഇത് ഇത്രയും ഡയലോഗ് എങ്ങനെ പഠിച്ചു? അതെ ഞാൻ മല്ലികാമ്മയുടെ ഇത് ഇങ്ങനെ ഇറ്റിട്ട് കണ്ട് പഠിച്ചതാന്ന് ആ കുഞ്ഞ് പറയുവാ. ഞാൻ അതിശയിച്ചു പോയി. 3-3.5 അത് അസലായിട്ട് ആ ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട്. സത്യം പറയണമെങ്കിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ ആ സംഭവം ഞാൻ മോഹൻലാലിൽ അയച്ചു കൊടുത്തു. പക്ഷേ വേറെ കൊണ്ടല്ല, ആ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ആൻറ്റി ഇതെന്നേ പൃഥ്വിരാജേട്ടന് മോഹൻലാൽ അങ്കിളിന് ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ പിന്നെ പൃഥ്വിരാജേട്ടനെ എപ്പോൾ വേണേൽ കാണിക്കാം, മോഹൻലാൽ അങ്കിൾ ഞാൻ അയച്ചു കൊടുക്കാം, പക്ഷേ എവിടാ എങ്ങനാ കാണുമോ, പക്ഷേ ദോഷം പറയരുത്. ലാലു ഉടനെ മറുപടി അയച്ചു നന്നായിരിക്കുന്നു പറഞ്ഞിട്ട്. ശരിക്കും ആ സീൻ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രാജുവേട്ടൻ കൂടിയാണ്. ഇവര് തമ്മിൽ ഓൾറെഡി ഒരു കെമിസ്ട്രി ഉണ്ട്. തീർച്ചയായിട്ടും അമ്മയും അത് പറഞ്ഞു തരുമ്പോ എങ്ങനെയാ പറഞ്ഞത്? അതാ പറയാ ആ സീൻ കഴിഞ്ഞിട്ട് രാജു മോണിറ്ററൊക്കെ നോക്കി ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അസോസിയേറ്റ്മാർ ഇപ്പോഴും പറഞ്ഞിരിക്കും ഈ അമ്മച്ചിക്ക് ഒരു ഭാവിയുണ്ടെന്ന് അവൻ പറയാം എന്നെ. അപ്പോൾ അതിൻ്റെ പുറകിൽ അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്നത് സുഖേട്ടൻ്റെ ഒരു പടം. ഞാൻ പറഞ്ഞ കലയെ ചെന്ന് അവനോട് പറ അവൻ്റെ ഭാവി ഉണ്ടാക്കിയവൻ ആണ്ടാ പുറകിലത്തെ പടത്തിൽ കിടന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞാനും. അപ്പോൾ അവൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. പക്ഷേ ആ സീന് രാജുവിനും എപ്പോഴും പറയാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറയും. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഈ ഒരു ചില വീടുകളിൽ ഇങ്ങനത്തെ ചില അമ്മച്ചിമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വരികയും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ചെറുപ്പത്തിലെ കുറേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരാളല്ലേ? അയ്യോ അതാ സത്യം പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ചുമ്മാ അമ്മച്ചി വെറുതെ അങ്ങനെ അടിക്കുന്നത് തള്ളുന്ന് പിടിക്കുന്നതൊക്കെ പറയാം. അല്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നും എനിക്ക് മോഹൻലാലിന് ഇപ്പോൾ ഇത്രയും വലിയ പരമോന്നത ബഹുമതി കിട്ടി. ഇതൊക്കെ ആ മോഹൻലാൽ എന്ന് പറയുന്ന ആളിൻ്റെ കഴിവ് ആരെ എനിക്ക് പറഞ്ഞു തരുന്നത്? എനിക്കറിയാൻ വയ്യാത്ത ആളാണോ മോഹൻലാൽ? ചിലരുടെ പറച്ചിൽ കേട്ടാൽ അത് അവർ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ അപ്പോൾ എനിക്ക് ചിരി വരും അങ്ങനെ പറയുന്നവരോട്. പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ലാലു എന്ന് പറഞ്ഞ വ്യക്തി ഒരു 5-6 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓടിച്ചാടി നടന്ന ഒരാളാണ്. അത് എൻ്റെ ചേട്ടന്, ഞാൻ, എൻ്റെ 2 ചേച്ചിമാർക്ക് ഇപ്പോഴും ഞങ്ങളിൽ ആരെ കണ്ടാലും ലാലുവിന് ആ പഴയ അയ്യോ ഞാൻ വളർന്ന് ഏതാണ്ടൊക്കെ അന്ന് ഈ ശനി ഞായറുമൊക്കെ ഉള്ളപ്പോൾ വല്ലപ്പോഴും ഒക്കെ പത്തനംതിട്ടയ്ക്കോ എലന്തൂരോ ഒക്കെ അച്ഛനും അമ്മയൊക്കെ മുമ്പ് ലാലു എൻ്റെ ചേട്ടനുമായിട്ടും വലിയ കമ്പനിയാണ്. ഇപ്പോഴും അതെ, എൻ്റെ ചേട്ടനെ വലിയ കാര്യമാണ്. അപ്പോൾ അത് അവിടെ വന്ന് നിൽക്കുകയും കാണുക. അപ്പം ഞങ്ങൾ കാണുന്നതൊക്കെ ഇല്ല മാവിൻ്റെ മണ്ടയ്ക്ക് ഓടുകയും ഇറങ്ങുക. എൻ്റെ അച്ഛൻ അയ്യോ ഈ ചെറുക്കം വല്ലോ ഒപ്പിച്ച് വെക്കും എന്നൊക്കെ പറയും. എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനാണ് ലാലുവിൻ്റെ കുസൃതി കാണുമ്പോൾ. കാരണം വൈകുന്നേരം അവർ വന്ന് വിളിക്കുമ്പോൾ ഈ കുഞ്ഞിന് മുറിവൊന്നും ഇല്ലാതെ തിരിച്ചു കൊടുക്കണ്ടേ ഇതുപോലെ.
അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കാരണം എനിക്ക് ഇപ്പോഴും ലാലുവിനെ കാണുമ്പോൾ എനിക്ക് മോഹൻലാൽ എന്നൊക്കെ വിളിക്കാൻ അത് എനിക്ക് ലാലു എന്ന് അറിയാതെ അങ്ങ് വരുത്തുള്ളൂ. കാരണം അങ്ങനെ വിളിച്ച് ശരി, അത് ലാലുവിന് സന്തോഷമുള്ളൂ അതിൽ. പക്ഷേ നമുക്കങ്ങനെ നമ്മുടെ വീട്ടിൽ വളർന്ന ഒരു കുഞ്ഞിനെ പോലെ കണ്ട ഒരാളിനെ അയ്യോ ചെന്നെത്താൻ അത് തിരക്കിൻ്റെ പുറത്ത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി തിരക്കുള്ള ഒരു വലിയ മലയാള ചലച്ചിത്ര ലോകത്തിലെ ഒരു അവിഭാജ്യ ഘടകമായ മോഹൻലാൽ വേറെ. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കൊച്ചിലെ മുതൽ, അതപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിമാർ കോളേജിലെത്തി പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സ്കൂളില്ല, കോട്ടൺ ഹില്ല. മല്ലി നീ നോക്കിക്കോണ്ടേ, യോ വല്ലയിടത്തുമൊക്കെ വലിയ കയറി വീഴും. അപ്പം എൻ്റെ ജോലിയാണ് ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടുക എന്നുള്ളത്. എൻ്റെ അമ്മ തന്നെ എന്നെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും എനിക്കുണ്ട്. ഈ കുസൃതി കാണിക്കുന്ന ഇവനെ ഇങ്ങനെ ഞാൻ നോക്കണം, അങ്ങനെയാണെങ്കിൽ അച്ചാതെ എൻ്റെ മാവി കയറുന്ന അച്ചാതൊക്കെ വിളിച്ച് പറഞ്ഞ ജോലി എൻ്റെയാണ്. അപ്പോൾ ആ ഒരു വാത്സല്യവും ഒരു ഓമനത്വവും ഒക്കെ എനിക്ക് ഇപ്പോഴും ഇത്രയുമൊക്കെ പ്രായമായി ലാലുവിൻ്റെ മകൻ തന്നെ ഇപ്പോൾ ഇത്രയൊക്കെ വലിയ 2 മക്കളായി. പക്ഷേ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് മായ്ച്ച് കളയാനൊക്കത്തില്ലല്ലോ. അത് ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ചേച്ചിമാരും അതെ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, നീ ലാലുവിനെ കാണാറുണ്ടോ, സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ സംസാരിക്കുമോ അങ്ങനെ, കാരണം അവരധികം കാണുന്നില്ല, തിരുവനന്തപുരത്ത് വീട്ടിലല്ലേ. ഞാൻ പറഞ്ഞു പിന്നെ കാണുമ്പോഴൊക്കെ സംസാരിക്കും. ഇപ്പോൾ എല്ലാവരും അതൊക്കെ ചോദിക്കാറുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. പ്രണവും മല കയറുന്നു എന്നൊക്കെ പറയുന്നതിൽ അതിശയമില്ല. അയ്യോ ഞാനതാ പറഞ്ഞേ, ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അതിന് അച്ഛനും കൂടെ കയറിയായിരുന്നു. അതാ സത്യം. ഓക്കെ, ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ടൈം ഇല്ലാത്ത നമ്മുടെ ഇപ്പോൾ രാജുവേട്ടനും ലാലേട്ടനുമായിട്ടുള്ള പുതിയൊരു പടത്തിന്റെ അപ്ഡേഷൻ ഉണ്ടോ? കുറേ അത് ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് അപ്ഡേഷൻ എന്താണ്? അല്ല, രാജുവും ലാലും കൂടെ ഇനിയും പടം എടുക്കില്ല എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാന്ന് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ. എൻ്റെ മോനെ ഇതിൻ്റെ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടിച്ച് പിരിഞ്ച് പോയി എന്നൊക്കെ പറഞ്ഞ് സ്വയം ആനന്ദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ആനന്ദിക്കുന്നവർ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ അവരാനന്ദിക്കാൻ. അവരുടെ വാചകടി കൂടെ അവർ സൂചിച്ചോട്ടെ. ഞങ്ങൾക്കറിയാം മോഹൻലാൽ ആരാണ്, മോഹൻലാൽ മലയാള സിനിമയ്ക്ക് എന്താണ്, മോഹൻലാൽ ലോക സിനിമ ഇൻഡസ്ട്രിക്ക് എന്താണ് എന്നൊക്കെ ഉള്ളത്. ആ സമ്പാദ്യത്തിനെ കുറിച്ച് ഞങ്ങളോട് ആരും പറഞ്ഞു തരണ്ട, എൻ്റെ മോനോടും പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ പറയേണ്ടവർ പല രീതിയിൽ പറയും. ഇതിനകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംഭവം, ഒരു കഥാപാത്രം എന്ന് പറയുന്ന ആൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മോഹൻലാൽ അറിയാം. പിന്നെ മോഹൻലാൽ ആരോട് ന്യായീകരിച്ചുകൊണ്ട് നടക്കണമെന്ന്, അതല്ല ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ഈ ആൾക്കാരുടെ മുമ്പിലും ട്രോളുകാർക്കും വേണ്ടി ന്യായീകരിക്കാൻ നടക്കത്തില്ല. ഞങ്ങളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്താൽ അവൻ മിണ്ടിയില്ലെങ്കിലും ഞാൻ മിണ്ടും, അത് വേറെ കാര്യം. അപ്പം മോഹൻലാൽ പറയണ്ട, മോഹൻലാലിന് ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് മോഹൻലാലിനെ അറിയാം. അതുകൊണ്ട് ആ കുഞ്ഞിനെ അറിയാം, ഒന്നും പറയണ്ട. ചേച്ചിക്കും മക്കൾക്കും ഒക്കെ എന്നെ അറിയാം, എനിക്കും അറിയാം എന്നെ, എൻ്റെ മക്കളെ ലാലുവിനെ അറിയാമെന്നുള്ളത്. പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ സർട്ടിഫിക്കറ്റ് അടിച്ച് ഓരോരുത്തർ പറഞ്ഞാൽ എൻ്റെ പോക്കറ്റ് കിടപ്പുണ്ട് മറ്റന്നാൾ കാണിക്കാമെന്നൊന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു നന്ദി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നന്ദി പറയുന്നത് എന്തിനാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് 2 നെടുന്തൂണുകളെ സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. അയ്യോ തീർച്ചയായിട്ടും ജാങ്കോ സ്പേസ്, ആ സ്പേസിലൂടെ മലിയ ചേച്ചിയെ മക്കളെ എപ്പോഴും ഇങ്ങനെ ഓർക്കണം. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് എല്ലാവരും ഈ വത്സല ക്ലബ്ബ് പോയി കാണണം കേട്ടോ. എൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്നൊരു പടമാണ്. വളരെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു അധ്വാനമാണത്. അതിനൊരു അംഗീകാരമൊക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് ഈ നല്ല പുതിയ പടങ്ങൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നന്ദിയുണ്ട് കേരളത്തിലെ പ്രേക്ഷകരോട്. തുടർന്നും സത്യസന്ധമായ അധ്വാനികളെ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ ഒപ്പം നിൽക്കുക. താങ്ക് യു.